ആത്മാവേ ആത്മാവേ ഗുഹായേ അഭിഷേക കാറ്റായി പറന്നിറങ്ങൂ. ആത്മാവേ ആത്മാവേ ഗുഹായേ അഭിഷേക കാറ്റായി പറന്നിറങ്ങൂ. അവദൈവത്തിൻ അത്ഭുത ശക്തിയെ പുത്രൻ യേശുതൻ വാഗ്ദാനം നീയേ. ആദിമ ചൈതന്യം നിറയും ഗുഹായേ. വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ നിത്യം വന്നിടണേ. വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ സൗഖ്യം നൽകിടണേ. വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ നിത്യം വന്നിടണേ. വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ സൗഖ്യം നൽകിടണേ. നീ തകർന്നവനാണോ മകനേ, നീ തകർന്നവളാണോ മകളെ. ഞാൻ നിന്റെ രക്ഷകൻ, നിന്റെ തകർച്ചകളെല്ലാം നന്മയായി മാറ്റുന്നവൻ. യേശു നായകൻ, യേശു നായകൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. സ്നേഹമുള്ളവരെ, ഇന്ന ദിവസം എൽറുഹ ദൈവവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചൊരുങ്ങുമ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അതാരെ എപ്പോൾ കാണുന്നുണ്ടോ അവർക്കുള്ള സന്ദേശമാണ്. ഞായറാഴ്ച ആചരണം ഏറ്റവും ഭക്തിപൂർവം ഏറ്റവും മനോഹരമായി ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്ന പോലെ നമ്മൾ ആചരിക്കണമെന്ന സന്ദേശം ഈശോ ശക്തമായൊരു ദൈവസ്വരം ചെവി തരികയാണ്. ഞായറാഴ്ച ആചരണം ശ്രദ്ധിക്കാനായിട്ട്. ഞായറാഴ്ച ആചരണം, ആ ആചരണം ശരിക്കും ശ്രദ്ധിക്കാത്തത് മൂലം എത്രയോ മക്കളാണെന്നറിയോ വലിയ തടസ്സത്തിൽ അസ്വസ്ഥതയിലായിരിക്കുക. അത് തിരുസഭയുടെ ഒരു കൽപ്പനയാണ്. ബൈബിളിലും അത് കർത്താവ് പറയുകയാണ്, കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. അതൊരു വലിയൊരു നിയമമാണ്. അതുകൊണ്ടാണ് 81-ാം സങ്കീർത്തനത്തിൽ അത് എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ആ തിരുവചന ഭാഗം ഒന്ന് ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാം. 81-ാം സങ്കീർത്തനം 1 മുതൽ 5 വരെയുള്ള തിരുവചനം എല്ലാവരും നേറ്റി പറഞ്ഞേ. നമ്മുടെ ശക്തികേന്ദ്രമായ ദൈവത്തെ ഉച്ചത്തിൽ പാടിപ്പുകഴ്ത്തുവിൻ. യാക്കോബിന്റെ ദൈവത്തിന് ആനന്ദത്തോടെ ആർപ്പ് വിളിക്കുവിൻ. തപ്പുകൊട്ടിയും കിന്നരവും വീണയും ഇമ്പമായി മീട്ടിയും ഗാനമുതിർക്കുവിൻ. അമാവാസിയിലും നമ്മുടെ ഉത്സവ ദിനമായ പൗർണമിയിലും കാഹളമുതുവിൻ. എന്തെന്നാൽ അത് ഇസ്രായേലിന്റെ ചട്ടവും യാക്കോബിന്റെ ദൈവം നൽകിയ പ്രമാണവുമാണ്. ഈജിപ്തിലേക്ക് തിരിച്ചപ്പോൾ ജോസഫിനും അവിടുന്ന് ഈ നിയമം നൽകി. പറഞ്ഞേ ഹല്ലേലൂയാ. ഇരുകരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ. ഹല്ലേലൂയാ. കണ്ടോ, ഈജിപ്തിലേക്ക് തിരിച്ചപ്പോൾ ജോസഫിന് അവിടുന്ന് ഈ നിയമം നൽകി എന്ന് പറയാം. നിയമമാണ് കേട്ടോ നൽകിയത്. നിയമം നമ്മുടെ രാജ്യത്തിനൊക്കെ നിയമം ഉണ്ടാവും. നിയമം നമ്മൾ പാലിക്കണം. ഇപ്പോൾ ഹെൽമെറ്റ് വയ്ക്കണം എന്നുള്ള നിയമമാണ്. ആ നിയമം നമ്മൾ പാലിച്ചില്ലെങ്കിൽ എന്തുണ്ടാവും? അതിന് പണിഷ്മെൻ്റ് ഉണ്ടാവും, ഫൈൻ അടയ്ക്കേണ്ടി വരും, ശിക്ഷയുണ്ട്. അതുപോലെ ഇത് നിയമമാണെന്നാണ് പറയുക. എന്താണ് നിയമം? നമ്മുടെ ശക്തികേന്ദ്രമായ ദൈവത്തെ ഉച്ചത്തിൽ പാടി സ്തുതിക്കണം, ദൈവത്തെ ആരാധിക്കണം. അതുതന്നെയാണ് പുറപ്പാട് 23-25 പറയുക, നിൻ്റെ ദൈവമായ കർത്താവിനെ നീ ആരാധിക്കണം. അപ്പോൾ ആരാധിക്കണം, ആരാധിച്ചോ അല്ലെങ്കിൽ താല്പര്യമുള്ളവർ ആരാധിക്കുക, അങ്ങനെയല്ല, ആരാധിക്കണം, നിർബന്ധമാണത്, കൽപ്പനയാണ്, അത് നിയമമാണ്. അതുകൊണ്ട് പറയുക വീണ്ടും 4-ാമത്തെ വാക്യം, ഇത് ഇസ്രായേലിൻ്റെ ചട്ടമാണ്, യാക്കോബിന് ദൈവം നൽകിയ പ്രമാണമാണ്, ജോസഫിന് അവിടുന്ന് കൊടുത്ത നിയമമാണ്. ഇത് ചട്ടമാണ്, പ്രമാണമാണ്, നിയമമാണ്, ഒബ്ലിഗേഷനാണ്, കടപ്പാടാണ്. എന്ത്? ദൈവത്തെ ഉച്ചത്തിൽ ആരാധിക്കണം, ദൈവത്തെ സ്തുതിക്കണം. ദൈവാരാധനയ്ക്ക് വേണ്ടി നമ്മൾ സമയം മാറ്റിവെക്കണം, ദിവസം മാറ്റിവെക്കണം.
അങ്ങനെ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി ഈ ആഴ്ചയിൽ ഒരു ദിവസം മാറ്റിവെക്കുന്ന ദിവസം, അതാണ് സാബത്ത് ദിവസം. അത് നമ്മൾ അതിനുവേണ്ടി വില കൊടുക്കണമെന്ന് കർത്താവ് പറയുകയാണ്. അന്നത് വിശുദ്ധമായ രീതിയിൽ ആചരിക്കണം. അങ്ങനെ ആചരിക്കുന്നില്ലെങ്കിലോ വലിയ തടസ്സങ്ങൾ വരും. അതുകൊണ്ട് നിൻ്റെ ദൈവമായ കർത്താവിനെ നീ ആരാധിക്കണം. അപ്പോൾ ഞാൻ നിൻ്റെ ഭക്ഷ്യവും പാനീയവും ആസ്വദിക്കും. നിങ്ങളുടെ ഇടയിൽ നിന്ന് ഞാൻ രോഗങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യും. ഗർഭഛിദ്രമോ വന്ധ്യതയൊന്നും നാട്ടിലുണ്ടാവില്ല. നിനക്ക് ഞാൻ ദീർഘായുസ് തരും എന്നാണ് പറയുക. ദീർഘായുസ് തരും. വളരെ പ്രിയ സഹോദരങ്ങൾ, ഒരിക്കൽ ഒരു സഹോദരി ഇവിടെ വന്ന് ഓർക്കുകയാണ്. ആ മകൾ ഇവിടെ വന്നത് കൗൺസിലിങ്ങിന് വേണ്ടി വരികയാണ്. കൊറോണ കാലത്താണ് വരിക കൗൺസിലിങ്ങിന് വേണ്ടി. അന്നിവിടെ ധ്യാനം ഒന്നും സ്റ്റാർട്ട് ചെയ്യാത്തൊരു സമയമാണ്. ആ മകൾ വന്നത്, ആ മകളുടെ ഒരു വലിയൊരു സങ്കടം, ആ വിഷമം ഒന്ന് ഷെയർ ചെയ്യാൻ, ഒരു ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം അവൾ പറയുന്നതാണ്, എനിക്ക് ഈ കൊറോണ കാലത്ത് എത്രമാത്രം ദാരിദ്ര്യത്തിലൂടെ, വിഷമത്തിലൂടെ, സാമ്പത്തിക ബുദ്ധിമുട്ടിൽ കടന്നുപോയ സമയമാണ്. ആ സമയത്ത് ഞാൻ ഒരു ജോലിക്ക് വേണ്ടി ഒത്തിരി പരിശ്രമിച്ചു. ഞാനൊരു നഴ്സാണ്. നഴ്സിംഗ് ജോലി കിട്ടാൻ വേണ്ടി ഒത്തിരി പരിശ്രമിച്ചു. പക്ഷേ എനിക്ക് ഗവൺമെൻറ് ജോലി കിട്ടാൻ വേണ്ടി ഞാൻ പരിശ്രമിച്ചത്, പക്ഷേ എനിക്ക് ജോലി കിട്ടിയില്ല. അങ്ങനെ ഞാൻ ആ കൊറോണ മാറി വരുന്ന സമയം ഞാൻ വിദേശത്തേക്ക് പോകാൻ വേണ്ടി ഒത്തിരി ശ്രമിച്ചു. അങ്ങനെ വിദേശത്തേക്ക് പോകാൻ എല്ലാ കാര്യങ്ങളും സെറ്റായി. അങ്ങനെ 3 ലക്ഷം രൂപ ഞാൻ കൊടുത്തു. അങ്ങനെ പൈസ ഇല്ലാത്ത പൈസ ഞാൻ പലരിൽ നിന്നൊക്കെ കടം വാങ്ങിയിട്ടാണ് അതൊക്കെ ഉണ്ടാക്കി ഞാൻ കൊടുത്തത്. അങ്ങനെ എനിക്ക് വിസ വന്നു. വിസ വന്ന് കുറച്ച് കഴിയുമ്പോൾ പോകുന്നതിന് തൊട്ട് മുമ്പാണ് മനസ്സിലാവുക, എനിക്കിവിടെ ഒരു മെഡിക്കൽ കോളേജിൽ നല്ലൊരു ജോലി അല്ലെങ്കിൽ ഗവൺമെൻറ് ജോലി ലഭിക്കുകയാണ്. ഇനി വിദേശത്തേക്ക് പോകേണ്ട ആവശ്യമില്ല, കാരണം നല്ലൊരു ഗവൺമെൻറ് ജോലിയാണ് നാട്ടിൽ കിട്ടിയത്. അപ്പോൾ വിദേശത്തേക്ക് പോക്ക് വേണ്ടെന്ന് വെച്ചു. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഈ 3 ലക്ഷം രൂപ കൊടുത്തത് അത് തിരിച്ച് അവർ തരില്ല എന്നാണ് പറഞ്ഞത്. അതാണ് ഈ സഹോദരി അങ്ങോട്ട് മാനസികമായിട്ട് തളർത്തിക്കളയുകയാണ്. കാരണം അത്രമാത്രം ദാരിദ്ര്യത്തിലായിരിക്കുന്ന സമയത്ത് കുറേ പേരിൽ നിന്ന് തിരിച്ച് പൈസ കളക്ട് ചെയ്ത് ഉണ്ടാക്കിയ, അതിൽ നിന്നാണ് 3 ലക്ഷം കളക്ട് ചെയ്ത് കൊടുത്തത്. ആ പൈസ തിരിച്ച് കിട്ടില്ലല്ലോ എന്നുള്ള വിഷമം മാനസികമായി തളർത്തിക്കളയുകയാണ്. അപ്പോൾ ഒരു ആശ്വാസം കിട്ടാൻ വേണ്ടി ഈ കടലുണ്ടി എൽറുഹ ധ്യാന കേന്ദ്രത്തിൽ കൗൺസിലിംഗ് ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ ഇവിടെ കൗൺസിലിങ്ങിനായിട്ട് അല്ലെങ്കിൽ ഒന്ന് പ്രാർത്ഥനയ്ക്കായിട്ട് വരികയാണ്. ഈ മകൾ ഈ വിഷമം ഷെയർ ചെയ്തപ്പോൾ ഞാൻ ഈ മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഈ ഒരു വിഷമത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക, നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഈശോ കാണിക്കുക, ഈശോ തിബേരിയാസ് തീരത്ത് ഇങ്ങനെ നടക്കുന്നത് ഒരു ദർശനം തരികയാണ്. അവിടെ ഈശോ അപ്പം എടുക്കുന്നു, ആശീർവദിക്കുന്നു, മുറിക്കുന്നു. ഒരു TV സ്ക്രീനിൽ കാണുന്നത് പോലെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നു, ഞാൻ വിശുദ്ധ കുർബാനയല്ലേ കണ്ടുകൊണ്ടിരിക്കണേന്ന് ചിന്തിച്ച് പെട്ടെന്ന് കണ്ണു തുറന്നു. ഈ ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഈശോ കാണിച്ചത്. പെട്ടെന്ന് ഞാൻ ആ മകളോട് ചോദിച്ചു, മോളെ നീ വിശുദ്ധ കുർബാനയ്ക്ക് ഒരു വിലയും കൊടുക്കാറില്ല അല്ലേ? ഇത് പറയല്ല. ഈ മകൾ കരയാൻ തുടങ്ങി. നമുക്കറിയാം, കൊറോണ കാലത്തൊക്കെ എല്ലാവരും വിശുദ്ധ കുർബാന TV-യിലൂടെയാണ് കണ്ടുകൊണ്ടിരുന്നത്. ആ TV-യിലൂടെ കാണാനാണ് പിതാക്കന്മാർ അങ്ങനെയാണ് നമ്മോട് പറഞ്ഞതും. കാരണം പള്ളിയിലൊന്നും പോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ അന്നത് മതിയായിരുന്നു. ഈ മകൾ ഈ കൊറോണ തുടങ്ങിയപ്പോൾ 2 വർഷം കഴിഞ്ഞിട്ട് ഇതുവരെ TV-യിൽ പോലും ഒരു വിശുദ്ധ കുർബാന, അത് കടപ്പെട്ട ദിവസം പോലും കാണാറില്ല. ഇതാണ് ചോദിച്ചപ്പോൾ മനസ്സിലായത്. ഇതുവരെ കൊറോണ തുടങ്ങിയതിന് ശേഷം ആ പെങ്കൊച്ച് വിശുദ്ധ കുർബാന കണ്ടിട്ടേ ഇല്ല. ഇതുവരെ വിശുദ്ധ കുർബാന കണ്ടിട്ടില്ല. കണ്ടോ? പിന്നെ കൊറോണയൊക്കെ മാറി തുടങ്ങി, ആളുകൾ പള്ളിയിലൊക്കെ പോയി തുടങ്ങി. ഒരു പക്ഷേ ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ കൊറോണയൊക്കെ മാറിയിട്ട് പോലും പള്ളിയിൽ പോകാതെ ഇപ്പോഴും പണ്ടത്തെ ആ ഓർമ്മയ്ക്ക് TV-യിലിരുന്ന് വിശുദ്ധ കുർബാന കാണുന്നവരുണ്ടായിരിക്കാം. അവർക്കെല്ലാവർക്കും കർത്താവ് തരുന്ന ശക്തമായ സന്ദേശമാണ്, ശക്തമായ സാബത്ത് ആചരണം വേണം. ഞായറാഴ്ച ദിവസം പരിശുദ്ധമായി ആചരിക്കുന്ന ദൈവത്തെ ആരാധിക്കണം. അങ്ങനെ ആരാധിച്ചില്ലെങ്കിലോ ഈ മകൾക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സാമ്പത്തിക നഷ്ടം വന്നു എന്ന് ഈശോയോട് ചോദിച്ചപ്പോൾ ഈശോ പറഞ്ഞ സന്ദേശമാണ്, ഇവൾ സാപത്തിന് ഒരു പ്രാധാന്യം കൊടുക്കാറില്ല. അതുകൊണ്ട് നമുക്ക് സാപത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതിന് പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തെ ആരാധിക്കാൻ ശക്തമായ തീരുമാനമെടുക്കാം. ഏറ്റവും വലിയ ആരാധനയാണ് വിശുദ്ധ കുർബാന. ഇപ്പോൾ നമ്മൾ ഏറ്റുപറയുന്ന തിരുവചന ഭാഗം ലൂക്കായുടെ സുവിശേഷം എടുക്കാം. ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 37 മുതലുള്ള തിരുവചനം നമ്മൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും ഏറ്റുപറയുന്നു. അവൻ പട്ടണത്തോടടുത്ത് ഒലിവുമലയുടെ ചെരിവിന് സമീപത്തെത്തിയപ്പോൾ ശിഷ്യഗണം മുഴുവൻ സന്തോഷിച്ച് തങ്ങൾ കണ്ട എല്ലാ അത്ഭുത പ്രവൃത്തികളെ പറ്റി ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. കർത്താവിന്റെ നാമത്തിൽ വരുന്ന രാജാവ് അനുഗ്രഹീതൻ. സ്വർഗത്തിൽ സമാധാനം, അത്യുന്നതങ്ങളിൽ മഹത്വം എന്ന് അവർ ആർത്തു വിളിച്ചു. ജനക്കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ചില ഫരിസേയർ അവനോട് പറഞ്ഞു, ഗുരു, നിന്റെ ശിഷ്യന്മാരെ ശാസിക്കുക. അവൻ പ്രതിവചിച്ചു, ഇവർ മൗനം ഭജിച്ചാൽ ഈ കല്ലുകൾ
ആർത്തു വിളിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇരു കരങ്ങൾ ഉയർത്തി പിടിച്ചൊന്ന് സ്തുതിച്ചേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥനയാണ് സ്തുതിപ്പ്, ആരാധന. ഞായറാഴ്ച ദിവസം, കടപ്പെട്ട ദിവസം, കർത്താവിന് വേണ്ടി, കർത്താവിനെ ആരാധിക്കാൻ വേണ്ടി മാറ്റിവെക്കേണ്ട ദിവസമാണ്. ദൈവത്തിന് സ്വീകാര്യമായ ആരാധന ഭയഭക്തിയാദരങ്ങളോടെ സമർപ്പിക്കാം. ദൈവത്തിന് സ്വീകാര്യമായ ആരാധന ഭയഭക്തിയാദരങ്ങളോടെ നമുക്ക് സമർപ്പിക്കാം. ഞായറാഴ്ച ദിവസം വിശുദ്ധമായി ആചരിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞായറാഴ്ച ദിവസങ്ങളിൽ വിശുദ്ധ കുർബാനയ്ക്ക് പ്രാധാന്യം കൊടുക്കാത്തവർ, പോകാത്തവർ, നേരം വൈകി പോകുന്നവർ, അലക്ഷ്യമായി വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തവരെ സമർപ്പിച്ച് അവരുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിശുദ്ധമായ ഒരു ഞായറാഴ്ച ആചരണം, കടപ്പെട്ട ദിവസം ആചരണം ലഭിക്കാൻ വേണ്ടി അതിന്റെ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹാലുലി ആലുലി 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 ആലുലിയ. കരങ്ങളടിച്ച് ആരാധിക്കുക. യേശുവിനൊന്ന് ആരാധിച്ചേൻ. ആരാധിക്കാൻ വേണ്ടി സമയം മാറ്റിവെച്ചേൻ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ഇരു കരങ്ങൾക്ക് ശക്തമായി ഒന്ന് സ്തുതിച്ചേൻ. ഹാലുലിയ ആലുലിയ 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 ആലുലിയ. വാ തുറന്ന് ഹല്ലേലൂയ വന്ന് സ്തുതിച്ചേ. ഹാലുലിയ ആലുലിയ 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 ആലുലിയ. ദൈവത്തിന്റെ ആത്മാവേ, പിതാവായ ദൈവമേ, പുത്രനായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, അമലൽപ്പം മറിയമേ, മാലാഖമാരെ, മുഖ്യ ദൂതന്മാരെ, സ്വർഗ്ഗത്തിൽ വിശുദ്ധരെ, ഞങ്ങളിലേക്ക് ഇറങ്ങണമേ. ഞങ്ങളെ ശക്തിമാരെ സഹായിക്കണേ, സംരക്ഷിക്കണേ, വിശുദ്ധീകരിക്കണേ, രൂപാന്തരപ്പെടെ തിരത്തത കഴിയണമേ. സകല ശുദ്രം, മന്ത്രവാദ, ആഭിചാരം, ഗുണോത്ര, ദുഷ്ദോഷം, പൈശാചി, അഹം, പിടല, ബാധകൾ, കൈവശങ്ങൾ ഞങ്ങൾ ദൂരേണ്ടണമേ. പാപകരമായ സകലതും, അസൂയ, ചതി, വചന ഞങ്ങൾ എന്നേക്കുമായി വിട്ടുപോട്ടെ. സർവ്വശക്തനായ ദൈവത്തിന്റെ സത്യ രക്ഷകനായ യേശു നാമത്തിലും പരിശുദ്ധ കന്യാമന്റെ സത്യരും മധ്യസ്ഥാലും മികാർ റബ്ബ ഗബ്രിയേൽ മാലാഖമാരുടെ ശക്തമായ സാന്താ സമർശത്താലും ഞങ്ങളുടെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും വ്യക്തിജീവനിലും സമൂഹത്തിലെ എല്ലാ ധർമ്മങ്ങളും വെള്ളത്തിലും വായിലൂടെ വസ്തുക്കളും മാനസിക ശാരീരിക ആത്മീയമാലും മാനുഷികമോ പ്രാപിച്ചോ പൈശാചികമായ സകല ബന്ധനങ്ങളും 10:4 ലൂക്ക 4:2 മർക്കോസ് 16:5 ഉദ്യോനം 3:8 പിശാചിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കാൻ വേണ്ടി ദൈവപുത്ര മന്ദിരം അതിനെ ശ്രദ്ധിക്കുക. സകലവിധ പ്രകൃതിക്ഷോഭം ഇടിവിട്ട് നാശനഷ്ടങ്ങൾ ഉറപ്പ് ഉദ്ദേശം വാശി വൈരാഗം തർക്കം കലകളും പ്രശ്നങ്ങളും പ്രതിസന്ധികൾ ജടിക ദിവ്യാസ് ഗോപാസ്തി ഭക്ഷണാസക്തി സ്വയംഭോഗം സ്വർഗ്ഗഭോഗം തെറ്റായ ബന്ധങ്ങൾ സ്നേഹങ്ങൾ വ്യഭിചാര ദുർബോധം അഹങ്കാരം അസൂയ അലസം മോഹം കോപം കൊതി വിവാഹതടസ്സം ജോലി തടസ്സം ഇരിപ്പിടതടസ്സം യാത്രാ തടസ്സം പഠനതടസ്സം കോടതിയിൽ സാമ്പത്തികമുട്ട് കണ്ണ് മൂക്ക് ചെവി നാക്ക് തൊക്ക് ആന്തരികത്തിന് ബാക്കിയിട്ട് ചെറുതുരുത്തമായ രോഗപ്പെട്ടുള്ള അമിതമായ ഭയം ദുഃഖം നിരാശ അപകർഷതാബോധം കുറ്റബോധം ലജ്ജ തൊട്ടാവാടി സ്വഭാവം വിശ്വാസക്കുറവിന്റെ ദുരാത്മാവ് ക്ഷമിച്ച് പ്രാർത്ഥിക്കും സ്തുതിച്ച് പ്രാർത്ഥിക്കും വചനം വായിക്കുക ജപമാചരണ തടസ്സങ്ങൾ രോഗശാന്തി തടസ്സങ്ങൾ സന്ദേശങ്ങൾ കിട്ടാൻ തടസ്സങ്ങൾ വന്യജീവിയുള്ള ശുദ്ധജീവിയുള്ള ആക്രമണങ്ങൾ അതിന് പിന്നിൽ പൈശാചിക അരിവി അന്തകാശത്ത് സാത്താശത്ത് ദുഷ്ടശക്തികളെ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ യേശുവിന്റെ നാമത്തിൽ ഞാൻ ശാസിക്കുന്നു. യേശു നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. യേശു നാമത്തിൽ ബഹിഷ്കരിക്കുന്നു. ഈശ്വരകുരിശിനെ ആട്ടിപ്പായിക്കുന്നു. ഇനി മേലൊരിക്കലും ഞങ്ങളുടെ കുടുംബത്തിലേക്കോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് പ്രവേശിക്കുന്ന സാത്താനെ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു, വിട്ടുപോട്ടെ. ഷിയ റിയ 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 ഹാലുലി ആലുലി ആലുലിയ ശക്തമായി ശ്രദ്ധിക്കുന്നു. രോഗങ്ങളും ക്ഷീണങ്ങളെല്ലാം മാറിപ്പോട്ടെ. കരങ്ങൾ വീശിയടിക്കുക. രോഗികളായ മക്കൾ ആരാധിക്കുന്നു, ക്ഷീണിതരായ മക്കൾ ആരാധിക്കുന്നു, ബന്ധിതരായ മക്കൾ ആരാധിക്കുന്നു, സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവരൊക്കെ ആരാധിക്കുന്നു. രോഗം മാറും ക്ഷീണം മാറും ആരാധനയെങ്കിൽ മൺകുടമുടയും തീ കത്തിയിടും ആരാധനയെങ്കിൽ രോഗം മാറും ക്ഷീണം മാറും ആരാധനയെങ്കിൽ മൺകുടമുടയും തീ കത്തിയിടും ആരാധനയെങ്കിൽ ബന്ധനമടിയും കെട്ടുകളടിയും ആരാധനയെങ്കിൽ കോട്ടകൾ തകരും ബാധകൾ ഒഴിയും ആരാധനയെങ്കിൽ ബന്ധനമടിയും കെട്ടുകളടിയും ആരാധനയെങ്കിൽ കോട്ടകൾ തകരും ബാധകൾ ഒഴിയും ആരാധനയെങ്കിൽ അപ്പസ്തോലരെ രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. അപ്പസ്തോലരെ രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം കരങ്ങളുയർത്തിടിച്ചു പാടിയേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. ആത്മനാഥനായ യേശുവിനെ ആരാധിക്കുന്നു.
ശിരി പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ദൈവത്തെ ആരാധിക്കും. ത്രിയേക ദൈവത്തെ ആരാധിക്കും. ശിരി ശിരി ഹാലുലി അലുലി 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 ഹാലുലി അലുലി 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 ഹാലുലി അലുലി 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 ശിരി ഭാഷയുള്ള ഭാഷ അത് ശ്രദ്ധിച്ച് ശമലതമ ബബബ സമമ ശമലതമ ബബബ ശിരി ഹാലുലി അലുലി 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 ഹാലുലി അലുലി അലലല മലതമേ ബാദ ബാല ശിബികാല ബമ ബമ അബാല ബമ ബമ ശിരി ശിരി ഹാലുലി അലുലി 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 അലുലിയ ശിരി സ്വസ്ഥാന്ത ശാന്തമായിട്ട് ഇരുന്നുകൊണ്ട് ദിവികാണ്ഡത്തിൽ നോക്കിക്കൊണ്ടോ കണ്ണുകൾ അടച്ചുകൊണ്ടോ ശക്തമായി സ്തുതിക്കുക. ഷിയ അരിയ 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 ശബ്ദമുയർത്തി എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ശക്തമായി സ്തുതിക്കുക. ഈശോ ഇറങ്ങി വരുന്നത് നമ്മെ തൊടുന്നതൊക്കെ ഭാവനയിൽ കണ്ടുകൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിച്ചേൻ. ഷിയ അരിയ 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 നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചുപോയവർക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം തരികയാണ്. ആരോരും പ്രാർത്ഥിക്കാനില്ലാത്ത ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ചെവി പഴുപ്പ് ഇങ്ങനെയുള്ളവർ പ്രാർത്ഥിക്കുക. ചെവി വേദനയുള്ളവർ, ചെവിയിൽ പഴുപ്പുള്ളവരൊക്കെ പ്രാർത്ഥിച്ചോ. ചെവിയിലെ പഴുപ്പ് കർത്താവ് സൗഖ്യത്തിന് അനുഗ്രഹിക്കുന്നുണ്ട്. ഇത് കൂടിക്കൊണ്ടിരിക്കുന്ന പല ഭവനങ്ങൾക്കും സാമ്പത്തിക നേട്ടങ്ങൾ നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ഈ പറഞ്ഞ് ശ്രദ്ധിച്ച് കേൾക്കുക. ഈ ശുശ്രൂഷയിൽ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പല ഭവനങ്ങൾക്കും സാമ്പത്തിക നേട്ടങ്ങൾ തുടർന്നുള്ള ദിവസങ്ങൾ ഉണ്ടാവുന്നതായിട്ട് കാണിക്കുന്നു. അത് വിളിച്ചു പറഞ്ഞ് പിടിക്ക് സാക്ഷ്യപ്പെടുത്തിയ ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഈശോ പറയുകയാണ്. ശക്തമായി ആരാധിക്കാൻ ഈശോ സന്ദേശം തരിക. ആരാധിക്കുക, ദൈവത്തെ ആരാധിക്കുക. കുടുംബസമേതം കുടുംബ പ്രാർത്ഥനയെ കഴിയുമ്പോൾ എല്ലാവരും സ്തുതിച്ച് ദൈവത്തെ ആരാധിക്കണം. വായിൽ ക്യാൻസറുള്ള ആൾ പ്രാർത്ഥിച്ചോ. വായിൽ ക്യാൻസർ കർത്താവ് സൗഖ്യത്തിന് അനുഗ്രഹിക്കുന്നുണ്ട്. കുറേ പേരുടെ രോഗപീഠകൾ, ക്ഷീണങ്ങൾ കർത്താവ് എടുത്ത് മാറ്റുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ പാട്ടിൽ പാടിയതുപോലെ പല വ്യക്തികളുടെയും രോഗങ്ങളും ക്ഷീണങ്ങളും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ വിട്ടുമാറുന്നതായിട്ട് വ്യക്തമായ സന്ദേശം തരികയാണ്. ലിസിയെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. കൂടെ വയറുവേദന വരുന്ന ഒരാൾക്ക് സൗഖ്യം എനിക്ക് അനുഗ്രഹിക്കുന്നുണ്ട്. കണ്ണിന് കാഴ്ചക്കുറവ്, കണ്ണ് സംബന്ധമായ രോഗങ്ങളോട് പ്രാർത്ഥിക്കുക. കണ്ണ് സംബന്ധമായ രോഗങ്ങൾ കർത്താവ് സൗഖ്യം എനിക്ക് അനുഗ്രഹിക്കുന്നുണ്ട്. കഠിന ഹൃദയരായ മക്കളെ കാണിക്കുകയാണ്. കഠിന ഹൃദയരായ മക്കൾ, അങ്ങനെയുള്ള മക്കളെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഒരു സ്ഥാപനത്തിൻ്റെ മതിൽ നിർമ്മാണ തടസ്സം കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. മൂത്രസഞ്ചി ഇറങ്ങി വരുന്ന ഒരു മകൾക്ക് സൗഖ്യം എനിക്ക് അനുഗ്രഹിക്കുന്നുണ്ട്. വരുൺ എന്ന പേര് തരുന്നവർ ശക്തമായി പ്രാർത്ഥിക്കാൻ സന്ദേശം തരികയാണ്. ഗർഭപാത്രത്തിൽ മുഴയുള്ള ഒരു മകൾക്ക് കർത്താവ് സൗഖ്യം നൽകുന്നുണ്ട്. സോപ്പിന് അലർജിയുള്ള 3 വ്യക്തികൾക്ക് സൗഖ്യം നൽകുന്നുണ്ട്. ലിനി എന്ന മകളുടെ ജീവിതത്തിൽ ഇഷ്ടപ്പെടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. വോക്കൽ കോഡിന് ബുദ്ധിമുട്ടുള്ള ഒരു അധ്യാപിക കർത്താവ് സ്പർശിക്കുന്നുണ്ട്. ലോറൻസ് എന്ന മകനോട് ദശാംശം നൽകാൻ കർത്താവ് സന്ദേശം തരികയാണ്. വളർത്തുമൃഗങ്ങൾ ചത്തുപോകുന്ന അവസ്ഥയുള്ള വീട്ടുകാരോട് ബന്ധന പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം തരികയാണ്. LLB കോഴ്സ് പഠിക്കുന്ന ഒരു മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ശ്വാസതടസ്സം വരുന്ന മുത്ത് എന്ന് വിളിക്കുന്ന ഒരു കുട്ടിക്ക് കർത്താവ് സൗഖ്യം എനിക്ക് അനുഗ്രഹിക്കുന്നുണ്ട്. ലിവർ സിറോസിസ് രോഗാവസ്ഥ കർത്താവ് സൗഖ്യം എനിക്ക് അനുഗ്രഹിക്കുന്നു. ഹാർട്ടിന് പമ്പിങ് കുറഞ്ഞൊരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് കാണിക്കുന്നു. വിവാഹ തടസ്സങ്ങൾ എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. തുറന്ന കുമ്പസാരം നടത്താൻ വിവാഹ തടസ്സമുള്ളവർക്ക് സന്ദേശം തരികയാണ്. എലിസബത്ത് എന്ന മകളുടെ നടുവേദന കർത്താവ് സൗഖ്യം നൽകുന്നുണ്ട്. താരൻ്റെ അതിശക്തമായ ശല്യം മൂലം തലയിലും കണ്ണിലും ചൊറിച്ചിൽ അനുഭവപ്പെടുന്ന വ്യക്തിക്ക് സൗഖ്യം നിന്ന് അനുഗ്രഹിക്കുന്നു. മിശ്രവിവാഹം ചെയ്യാൻ ഒരുങ്ങുന്ന ഒരു വ്യക്തിയോട് അതിൽ നിന്ന് പിന്തിരിയാൻ കർത്താവ് സന്ദേശം തരികയാണ്. കടുത്ത പനിയുള്ള ഗർഭിണിയായ ഒരു മകളെ കർത്താവ് സൗഖ്യപ്പെടുന്നുണ്ട്. ശരീരം മുഴുവൻ മുരിയുള്ള ഒരു മകളെ കർത്താവ് സ്പർശിക്കുന്നു. വർഷങ്ങളായുള്ള വ്യക്തിയുടെ സൈനസൈറ്റിസ് രോഗം കർത്താവ് സൗഖ്യം അനുഗ്രഹിക്കുന്നു. ഫുഡിൽ നിന്ന് അലർജി വരുന്ന 9 മക്കൾക്ക് ഭക്ഷണത്തിൽ നിന്നുള്ള അലർജി കർത്താവ് സൗഖ്യം അനുഗ്രഹിക്കുന്നു. ആനിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ശക്തമായി പനിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിക്ക് സൗഖ്യം അനുഗ്രഹിക്കുന്നു. ലങ്സിന് പ്രോബ്ലമുള്ള ശ്വാസതടസ്സമുള്ള ഒരാൾക്ക് സൗഖ്യം തരുന്നുണ്ട്. കൈ ശക്തമായി വിറയ്ക്കുന്ന അവസ്ഥ കർത്താവ് ഒരാൾക്ക് സൗഖ്യം അനുഗ്രഹിക്കുന്നു. തോമസിൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നു. ചിലരുടെ ഭയങ്ങൾ കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. വായ്പുണ്ണ് കർത്താവ് സൗഖ്യം അനുഗ്രഹിക്കുന്നുണ്ട്. മെറിനെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. യൂറിൻ പോകുമ്പോൾ, മൂത്രം പോകുമ്പോൾ ബ്ലഡ് വരുന്ന അവസ്ഥ ശക്തമായ വേദന സൗഖ്യം അനുഗ്രഹിക്കുന്നുണ്ട്. ചെവിയിൽ ഇൻഫെക്ഷനായി ശക്തമായ വേദനയോടെ കടന്നു പോകുന്ന ഒരു വ്യക്തിക്ക് സൗഖ്യം തരുന്നുണ്ട്. ബിന്ദുവിനോട് ശക്തമായി പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു. ഗർഭിണിയായ ഒരു മകളുടെ ചൊറിച്ചിൽ കർത്താവ് സൗഖ്യപ്പെടുന്നു. സംസാരിക്കുമ്പോൾ നാവ് കുഴഞ്ഞു പോകുന്ന ഒരു വ്യക്തിക്ക് സൗഖ്യം അനുഗ്രഹിക്കുന്നു. പൈൽസ്, മൂലക്കുരുവിൻ്റെ അസുഖമുള്ളവർ പ്രാർത്ഥിക്കുക, സൗഖ്യം തരുന്നുണ്ട്. സോജനോട് ശക്തമായി പ്രാർത്ഥിക്കാൻ ഈശോ പറയുന്നു. ടെസി എന്ന മകളുടെ മോണപ്പഴുപ്പ് കർത്താവ് സൗഖ്യം അനുഗ്രഹിക്കുന്നു. ഹാർട്ടിന് കംപ്ലൈൻ്റ് ഉള്ള ഒരു കുഞ്ഞിനെ കർത്താവ് സൗഖ്യം അനുഗ്രഹിക്കുന്നു. ലിവർ സിറോസിസ് ഉള്ള ഒരു മകനെ കർത്താവ് സൗഖ്യം അനുഗ്രഹിക്കുന്നുണ്ട്. കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം 4 പേർക്ക് സൗഖ്യം തരുന്നുണ്ട്. ജെന്നിയെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. അമല എന്ന മകളോട് മൂക്കുത്തി അഴിച്ചു മാറ്റി പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു. ബെഡ് റെസ്റ്റ് പറഞ്ഞിരിക്കുന്ന ഗർഭിണിയായ മകളോട് കഴുത്തിൽ ഉത്തിരിയും ധരിക്കാൻ സന്ദേശം തരികയാണ്. തലച്ചോറിൽ ഇൻഫെക്ഷൻ ബാധിച്ച് ICUയിലായിരിക്കുന്ന ഒരു ആൺകുട്ടിയെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. അഖില എന്ന മകളോട് പരിശുദ്ധ അമ്മയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ സന്ദേശം തരികയാണ്. ഓട്ടോ ഡ്രൈവറായ ബാബു എന്ന മകനോട് ദശാംശം കൊടുക്കാൻ കർത്താവ് സന്ദേശിച്ചിരുന്നു. ലീന എന്ന മകളുടെ ജോലി സംബന്ധമായ പ്രശ്നത്തിൽ ഈശോ ഇടപെടുന്നതായിട്ട് കാണിക്കുന്നു. ഒരു ഭവനത്തിൽ നിന്നും കൊതുക് ശല്യം കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്.
ജോയിൻറ്റ് പെയിൻ പലർക്കും കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ലിൻസി എന്നൊരു പേരും ഈശോ തരുന്നു. ഹാർട്ടിന് ബ്ലോക്കുള്ള മേരി എന്ന മകൾക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. എല്ലാ കാര്യങ്ങളിലും തടസ്സങ്ങളുള്ള ഒരു മകനെ കാണിക്കുകയാണ്. എല്ലാ കാര്യങ്ങളിലും തടസ്സങ്ങളുള്ള ഒരു മകൻ, വളരെ നിരാശയിലായിരിക്കുന്ന മകനാണ്. ആ മകനോട് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ ഈശോ പറയുക. ആ മകൻ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തിട്ട് നാളുകളായി എന്ന് കർത്താവ് വെളിപ്പെടുത്തുകയാണ്. ഭക്ഷണം കഴിച്ചാൽ ഉടൻ ശ്രദ്ധിക്കുന്ന ഒരു കുട്ടിക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ന്യൂമോണിയ ബാധിച്ച ഒരാൾക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. വിദേശയാത്ര തടസ്സമുള്ള അരുൺ എന്ന മകനോട് എല്ലാവരോടും തുറന്ന് പറയരുത് എന്ന് കർത്താവ് സന്ദേശം തരികയാണ്. റോജ എന്ന വ്യക്തിയോട് ദശാംശം കൊടുക്കാൻ കർത്താവ് സന്ദേശം തരുന്നു. ശക്തമായ താരൻ്റെ ശല്യമുള്ള, ധരിക്കുന്ന വസ്ത്രത്തിൽ പോലും താരൻ വീണ് കിടക്കുന്ന ഒരു സഹോദരനെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. വലിയ ശബ്ദം കേൾക്കുമ്പോൾ ചെവി അടയുന്ന ഒരാൾക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. മൂത്രനാളി ചുരുങ്ങിയിരിക്കുന്ന ഒരാൾക്ക് പൂർണ്ണ സൗഖ്യം നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നു. ആൽബർട്ടിനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ഹാർട്ട് രോഗികൾ ഇന്നത്തെ ദിവസം പ്രത്യേകം പ്രാർത്ഥിച്ചോ. ഹാർട്ട് രോഗികളെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. ഒമാനിൽ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നൊരു വലിയ പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു വന്നൊരു വ്യക്തി ജീവിതത്തിൽ ഇടപെടുന്നതായിട്ട് കാണിക്കുന്നു. ഒരു ഹോസ്റ്റലിൽ നിന്നും എലിശല്യം കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നു. ഗുജറാത്തിൽ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒരാളെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ബ്രെയിനിൽ സർജറി കഴിഞ്ഞിരിക്കുന്ന ഒരാളെ കർത്താവ് സ്പർശിക്കുന്നുണ്ട്. ശക്തമായി മൂക്കടുപ്പുള്ള, എത്ര മരുന്ന് കഴിച്ചിട്ടും മൂക്കടുപ്പ് മാറാത്ത ഒരാളെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. ബാങ്ക് മാനേജറായ ഒരു മകനെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. ശക്തമായി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചതിന് ശരി പരിശുദ്ധാത്മാവിന് വലിയ അഭിഷേകം കർത്താവ് തിന്നുണ്ടോ നന്ദി പറയുന്നു, സ്തുതിക്കുന്നു. ശരി. ഹല്ലേലൂയ ഹല്ലേലൂയ. എൻ്റെ പേര് ഷാലി. ഞാൻ താമരശ്ശേരിയിൽ നിന്ന് വരുന്നു. വർഷങ്ങളായിട്ട് വാതരോഗത്തിന് ചികിത്സിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. ആ ചികിത്സയുടെ ഭാഗമായിട്ട് മെയ് മാസത്തിൽ ഒരു സ്കാനിങ് നടത്തി. ആ സ്കാനിങ്ങിൽ എൻ്റെ ലിവറിന് സിറോസിസ് എന്ന രോഗമുണ്ടെന്ന് കണ്ടെത്തുകയും അതുകൂടാതെ ലിവറിൻ്റെ ഉള്ളിൽ 2 ട്യൂമറുകളുണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്തു. തുടർന്നുള്ള രക്തപരിശോധനയിൽ സാധാരണ എല്ലാവരുടെയും രക്തത്തിൽ AFP എന്ന് പറയുന്ന പ്രോട്ടീൻ 7 മുതൽ 9 വരെ ഉണ്ടാവുകയുള്ളായിരുന്നു. പക്ഷേ എൻ്റെ രക്തത്തിൽ അത് 758 അപ്പോൾ കോഴിക്കോടുള്ള പ്രമുഖ ഡോക്ടർമാരെ എല്ലാവരെയും കാണിച്ചു. അത് ലിവർ ക്യാൻസർ ആണെന്ന് അവർ അത് തിരിച്ചറിഞ്ഞു. അതിനുശേഷം ഞങ്ങൾ ഭയങ്കര സങ്കടത്തിലായി. ഡോക്ടർമാരെല്ലാവരും പറഞ്ഞത് ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യണം, അതാണ് ഫസ്റ്റ് ഓപ്ഷൻ എന്ന്. അത് കേട്ടതോടെ ഞങ്ങൾ സങ്കടപ്പെട്ടു. ജൂൺ മാസത്തിലെ 2ാമത്തെ ശനിയാഴ്ച എൽറുഹയിൽ നടന്ന ഏകദിന കൺവെൻഷനിൽ ഞാനും എൻ്റെ ജീവിത പങ്കാളി സഹോദരങ്ങളും വന്ന് പങ്കെടുത്തു. അപ്പോൾ അച്ഛൻ്റെ കയ്യിൽ വെപ്പ് ശുശ്രൂഷയിലൂടെ അച്ഛൻ പറഞ്ഞു 90 ദിവസത്തെ അത്ഭുത ജപമാല കണ്ട് കാഴ്ചവെക്കുക, അതിനുശേഷം ഈ അൾത്താരയിൽ കയറിയെന്ന് സാക്ഷ്യം പറയാമെന്ന് ഈശോയോട് പറയാൻ. അങ്ങനെ ചെയ്തു. അന്ന് നടന്ന ഒരു കൗൺസിലിങ്ങിൽ ബ്രദർ പറഞ്ഞു, നിങ്ങളിപ്പോൾ തീരുമാനിച്ചിരിക്കുന്ന ചികിത്സ ചെയ്തോളൂ, ഈശോ സുഖപ്പെടുത്തുമെന്ന്. അങ്ങനെ ഒത്തിരി സന്തോഷത്തോടെ വീട്ടിലേക്ക് പോയി അത്ഭുത ജപമാല കാണാൻ തുടങ്ങി. 2ാമത്തെ ചികിത്സ എന്ന് പറഞ്ഞിരുന്നത് എൻ്റെ ഈ ട്യൂമറിനെ ഒരു മരുന്ന് കൊടുത്ത് ചെറുതാക്കുക, അതിനുശേഷം അത് കരിച്ചു കളയാന്നുള്ളതാണ്. ആ ഒരു ഓപ്ഷൻ ഞങ്ങൾ തിരഞ്ഞെടുത്തു. അതിനുശേഷം അതിനോടനുബന്ധിച്ച് ഉണ്ടായ പാർശ്വഫലങ്ങളായിരുന്നു തുടർച്ചയായ പനി. അങ്ങനെ ജൂലൈ മാസത്തെ 2ാമത്തെ ശനിയാഴ്ച ഏകദിന കൺവെൻഷൻ ഞാൻ വീട്ടിൽ കിടന്നുകൊണ്ട് കൂടുകയായിരുന്നു. ആ സമയത്ത് അച്ഛൻ വിളിച്ചു പറഞ്ഞു, ഏതോ ഒരു രോഗത്തിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് പനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരിയെ ഈശോ സുഖപ്പെടുത്തുന്നു. ആ സെക്കൻഡിൽ തന്നെ എൻ്റെ പനി വിട്ടുമാറി. അതിൽ പിന്നെ വീണ്ടും പനി ഉണ്ടായിട്ടില്ല. തുടർന്ന് നടന്ന അത്ഭുത ജപമാലകളിൽ 2 പ്രാവശ്യം അച്ഛൻ പറഞ്ഞു, ലിവർ ക്യാൻസർ രോഗിയെ സുഖപ്പെടുത്തുന്നു. അപ്പോൾ എൻ്റെ വിശ്വാസം ഞാനായിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു. പക്ഷേ എനിക്കൊരു അടയാളം തരണേ ഈശോയെ ഞാൻ ആവശ്യപ്പെട്ടു. ഓഗസ്റ്റ് മാസം 3ാമത്തെ ചൊവ്വാഴ്ച നടന്ന അത്ഭുത ജപമാലയിൽ അച്ഛൻ എനിക്കൊരു അടയാളമായിട്ട് ബയോളജി ടീച്ചറെ ഈശോ സുഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു. ഞാനൊരു ബയോളജി അധ്യാപികയാണ്. അപ്പോൾ എനിക്ക് പൂർണ്ണ വിശ്വാസമായി അത് ഞാൻ തന്നെയായിരിക്കുമെന്ന്. അങ്ങനെ സെപ്റ്റംബർ മാസത്തിലെ ആദ്യത്തെ ആഴ്ച നടന്ന സ്കാനിങ്ങിലും രക്തപരിശോധനയിലും 758 ഉണ്ടായിരുന്ന AFP എന്ന് പറയുന്ന പ്രോട്ടീന് 8.5 ചുരുങ്ങി. ഡോക്ടറെ കാണിച്ചപ്പോൾ സ്കാനിങ് റിസൾട്ട് അവിടെ ആ ട്യൂമറിൻ്റെ സ്ഥാനത്ത് ചെറിയൊരു പൊട്ട് പോലെ മാത്രമേ ഉള്ളൂ. ക്യാൻസർ പൂർണ്ണമായും സുഖപ്പെട്ടു. ഇനി ലിവർ ട്രാൻസ്പ്ലാന്റിൻ്റെ ആവശ്യം ഇല്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണ്ട എന്ന് പറഞ്ഞു. ഇതിന് നന്ദി പറയാനായിട്ടാണ് സെപ്റ്റംബർ മാസം 22-ാം തീയതി ആരംഭിച്ച താമസിച്ചുള്ള ധ്യാനത്തിൽ ഞാനും എൻ്റെ ജീവിത പങ്കാളിയും പങ്കെടുത്തത്. ഇത്രയും വലിയ അനുഗ്രഹം തന്ന എൻ്റെ യേശുവിനും മാതാവിനും കോടാനുകോടി നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ സന്നിധിയിൽ മുട്ടുകൾ കുത്തി കർത്താവ് തരുന്ന വലിയ അനുഗ്രഹങ്ങളോർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങൾ ഉയർത്തി ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിച്ച് കർത്താവ് എന്നെയും ഒരു സാക്ഷിയാക്കി മാറ്റണേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ദിവസം എൻ്റെ സാക്ഷ്യവും ഈ
ദൈവവചന ശുശ്രൂഷയിൽ ഇടാനായിട്ടുള്ള ആ കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. എല്ലാവരും സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. കരുണാമയ കനിയേണമേ ദൈവപിതാവേ കനിയേണമേ കരുണയായിരിക്കണമേ ഞങ്ങളിൽ കരുണയായിരിക്കണമേ.